ശോഭ അവിടെ കിടക്കുന്ന സമരപ്പന്തലിന് സമീപത്ത് തന്നെ ഒരു സ്ത്രീ വിജി ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അവർ ഭർത്താവ് മരിച്ചു, ഒരു നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. ഈ ഗവൺമെൻറ് അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. വേണമെങ്കിൽ ഈ സ്ത്രീകളല്ല ഇപ്പോൾ സമരത്തിന് വേണ്ടി അല്ലെ വനിതാ മതിൽ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരാരും ഈ വിഷയത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്ത് പറയുന്നു? അല്ല, ഞാൻ വിജിയുടെ സമരപ്പന്തലിൽ ചെന്ന് ഞങ്ങളുടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പോയ സമയത്ത് BJP പോലെ ഒരു പാർട്ടി വിചാരിച്ചാൽ അവർക്കൊരു വീട് വേണം വെച്ചു കൊടുത്തിട്ട്. അല്ല, അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണല്ലോ. പക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ട പണി അത് ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ട് അനാഥത്വം സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെൻറ് പറഞ്ഞതല്ലേ അവർക്ക് ജോലി കൊടുക്കാമെന്ന്, അവർക്ക് ആവശ്യമായിട്ടുള്ള വിരോധത്തിന്റെ പേരിലാണ് ചെയ്യാതിരിക്കുന്നത്. ആര്? ഗവൺമെന്റ്. അല്ല, കൊടുക്കേണ്ടതല്ലേ? ഗവൺമെന്റ് ചെയ്യാതിരിക്കുന്നതിന് പിന്നെ രാഷ്ട്രീയ വിരോധം. അതല്ല, ഈ ഗവൺമെന്റില് ഈ ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഡ്യൂട്ടി ചെയ്യാനുള്ള ബാധ്യതയില്ലേ? ആ ബാധ്യതയിൽ നിന്ന് എന്തിനാണ് ഈ ഗവൺമെൻറ് ഒളിച്ചോട്ടം നടത്തുന്നത്? എത്രയോ പണമുള്ള ഒരു ജോസഫൈൻ 2 റേഷൻ കാർഡുകൾ വെച്ചിട്ട് കേരളത്തിൽ ജീവിക്കാൻ നാണക്കേടായില്ലേ? എൻ്റെ ചോദ്യം, ഈ കേരളത്തിലെ ഒരുപാട് വനിതാ വിമോചക പ്രവർത്തകർ അല്ലെങ്കിൽ വനിതാ എഴുത്തുകാർ ഇവരൊക്കെ ഈ വനിതാ മതിലിന് വേണ്ടി വരുമ്പോൾ വിജിയുടെ കാര്യത്തിൽ അവർ അർത്ഥഗർഭമായ മൗനം പാലിക്കും. അതിനെക്കുറിച്ച് എന്ത് പറയും? അല്ല, അതെന്തുകൊണ്ടാണ് ഈ വില്ലുവണ്ടി യാത്ര എന്നുള്ള അപഹാസ്യമായിട്ടുള്ള പ്രകടനം നടത്തിയ സ്ത്രീകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നവരുണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്ക് കുറേ കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന സാംസ്കാരിക ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ ഒരു പുറം കണ്ണുള്ളവരാണ്. അവരുടെ കണ്ണ് എപ്പോഴും അവർ തുറന്നു വെച്ചിട്ടുള്ളത് അവർക്ക് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ്. അവർക്ക് ആവശ്യമായ വിഷയങ്ങളിൽ മാത്രം അവർ ഈ കണ്ണ് തുറന്നു വെക്കുന്നു. ഈ പാവപ്പെട്ട വിജയെ പോലെ എത്ര പേരുണ്ട് നോക്കൂ. 50 കോടി രൂപ എടുത്തുകൊണ്ട് സാമൂഹ്യ സുരക്ഷ നടപ്പിലാക്കേണ്ട പണമെന്ന് പറഞ്ഞ് ഇത് ഉപയോഗിച്ച് ഇവർ മുന്നോട്ട് വരുമ്പോൾ അട്ടപ്പാടിയിൽ 17 ഗർഭസ്ഥ ശിശുക്കൾ മരണമടഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? ജനിച്ച കുഞ്ഞുങ്ങൾ മരിച്ചു. എന്താ കാരണം പറഞ്ഞത്? കുഞ്ഞുങ്ങളുടെ വായ്ക്കകത്ത് പാല് കുടുങ്ങിയിട്ട് മരിച്ചു എന്നാണ് പറയുന്നത്. എന്താ ടൗണിൽ ജീവിക്കുന്ന സ്ത്രീകളാരും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്നില്ല? പാർട്ടിയുടെ ഫോക്കസ് കേന്ദ്രീകരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പാർട്ടി കഴിയുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും വിജിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റിന്റെ ബാധ്യത ഗവൺമെന്റ് നിറവേറ്റണം എന്നുള്ളത് വിജിയുടെയും കുടുംബത്തിന്റെയും ആവശ്യമാണ്. ആ ആവശ്യത്തോടൊപ്പം ഞങ്ങൾ ചേർന്ന്